ക്രേസി ഹാക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കുടം. വളരെ ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ചെയ്തു നോക്കണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ബോട്ടിലില്ലേ, ഇത്രത്തോളം മനോഹരമായിട്ട് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ ഈ തെർമോക്കോൾ ബോൾസാണ് അതിന് ഉപയോഗിക്കുന്നത്. അതായിട്ട് നമുക്ക് ഫെവിക്കോൾ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ നൂല് വേണം. ഈ നൂലിൻ്റെ കളറ് വേറെ സീസണിൻ്റെ, ഇത് പൊന്മാങ്കളർ നൂലാണ്. പക്ഷേ ഇതിനകത്ത് വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഒരു ഉജാല കളറ് പോലെ ഇരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, ബീഡ്സ് എന്തെങ്കിലും പോലത്തെ വെച്ചിട്ട് നമുക്ക് മൂടി പിടിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം. അത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഭംഗിയിലാക്കാം അതുപോലെ നമുക്ക് ഈ ബോട്ടിലാക്കി എടുക്കാം. അത് പരസ്യം വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് പൊളിച്ചെടുക്കാം. അതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഈ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് ഓക്കെ ആവും. ഇപ്പോൾ പോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഭാഗത്തുനിന്ന് തുടങ്ങാം. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. വെച്ചാലും മതി, ശരിക്കും ഇതൊന്നും ഇങ്ങനെ പിടിച്ചിരുന്നോളൂ. കേട്ടാ, ഇതുപോലെ നമുക്കിങ്ങനെ ചുറ്റിനും വെക്കണം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ നമുക്ക് വെച്ച് പോകാട്ടെ. 2 ലെയർ കഴിഞ്ഞ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറമേ വേണമെങ്കിൽ ബീഡ്സോ കുറച്ചും കൂടി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആവുന്ന വിധത്തിലുള്ളൊരു വള, ഏതെങ്കിലും തരത്തിലൊരു വള, അത് നമ്മൾ നൂലുപയോഗിച്ച് നമ്മൾ അത് കവർ ചെയ്യും. നൂലെടുക്കുക, കെട്ടായിട്ടിടാം, ചുറ്റിക്കൊടുക്കുക. ഇനി നമുക്കിത് മേലെ ഇങ്ങനെ എടുക്കുക, ഇത്ര എടുക്കുക, മൊത്തം ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. നന്നായിട്ടൊന്ന് കെട്ടാട്ടോ, മിഡിലായിട്ട് ഇങ്ങനെ കെട്ടാം. കട്ട് ചെയ്ത് കൊടുക്കുക. വേറൊരു പീസ് ഉപയോഗിച്ചിട്ട് കുറച്ചൊരു താഴേലായിട്ടൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ലാസ്റ്റ് നല്ലൊന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. ഇതെടുക്കുക, ഇതുമേൽ ഇത് ചുറ്റിക്കെട്ട. ഇതുപോലത്തെ 3 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഇതുമേൽ വെച്ച് കൊടുക്കണം. ഇവിടെ കണ്ട് നമുക്കൊന്ന് വെറുതെ കെട്ടി കണ്ട. ഇപ്പം നമുക്ക് ടൈറ്റ് ആക്കണ്ട, തൽക്കാലം ഒന്ന് കെട്ടി വെക്കാം. ഇങ്ങനെ വള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് 3 പോർഷനും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇടാത്. തൽക്കാലം അടുത്ത പീസും അതുപോലെ എടുത്തിട്ട് അതും കെട്ടി നമുക്കിടാം. അങ്ങനെ ഒന്നുകൂടി കെട്ടിക്കാം. അതൊന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അങ്ങനെ ഏകദേശം നമ്മളൊരു 3 പീസ് ഒരു ഇതായിട്ട് ഉറി നമുക്ക് കിട്ടുമ്പോൾ 3 ഇതായിട്ടല്ലേ നമുക്ക് കിട്ടാറ്. എന്നിട്ട് ഇവിടെ കെട്ടാം. ഏകദേശം അതിങ്ങനെ കറക്റ്റായിട്ട് ഏകദേശം വെച്ച് കൊടുക്കണം കേട്ടോ. ടൈറ്റാക്കി കൊടുക്കുക. ഇതിങ്ങനെ പൊങ്ങണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് നിൽക്കണം. കണ്ട. ഇനി നമുക്ക് കളറ് നൂല് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഭംഗിയിൽ അതങ്ങോട്ട് ചുറ്റിക്കൊടുക്കാം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. നമുക്ക് നല്ല ഭംഗിയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് മനസ്സിന്.
വേസ്റ്റാക്കി കളയുന്ന ഓരോ ബോട്ടിലുകൾ നമുക്ക് ഇതേപോലെ ഭംഗിയാക്കി ഓരോ സംഭവങ്ങളാക്കിയൊക്കെ എടുക്കാം. ഓക്കെ, ഏകദേശം ഇത്ര മതി കേട്ടോ. കുറച്ച് ഫെവിക്കോൾ വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിയിരുന്നോളും. നമുക്കിതിൻ്റെ താഴെ ഭാഗം ചെയ്യാം. ഫെവിക്കോൾ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അമർത്തി പിടിച്ചിട്ട് ഇതൊന്ന് പിടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് നന്നായിട്ടൊന്ന് വലിക്കുക. അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അങ്ങോട്ട് ശരി കറക്റ്റായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതും അതുപോലെ ചെയ്യുക. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതും അങ്ങനെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇല്ലാത്ത പോർഷനിലൊക്കെ ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഇവിടെ ഒരു കെട്ടിടാം. ഇരുന്നിട്ട് നമുക്കപ്പോൾ എവിടെയെങ്കിലും കുളത്തിടണമെങ്കിലൊക്കെ തൂക്കിയ എവിടെയെങ്കിലൊക്കെ ഇടാമല്ലോ. നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറിയ സ്റ്റാർ ഗോൾഡൻ കളറിലെ സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് പിടിപ്പിക്കാം. നമുക്ക് ഇതേപോലെ ചുറ്റും 3 വശത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്കിത് ഇതിൻ്റെ ഈ വശങ്ങളിലൊക്കെ ഇതേപോലെ സ്റ്റാർ നമുക്ക് പിടിപ്പിക്കാം. പിന്നെ ഇങ്ങനെ ലൈനായിട്ട് ഇതേപോലെ നമുക്ക് ഓരോ ഇത് ഇങ്ങനെ പോർഷൻ തിരിച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് ചെയ്യണത്. ഈ തെർമോക്കോൾ ബോൾസിന് ഇതിൻ്റെ 5-10 രൂപയെങ്ങാണ്ടുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോൺഫിഡൻസ് ഇല്ലാത്ത എല്ലാ വീട്ടമ്മമാർക്കും എൻ്റെ കുഞ്ഞനീത്തിമാർക്കും എല്ലാവർക്കും വേണ്ടി ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്താ, നല്ല അടിപൊളി വർക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അത് തന്നെ ഏറ്റവും വലിയ നേട്ടം. ഒന്നും ആരും ആദ്യം പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ ഒന്നും ചെയ്യുന്നത്. ചെയ്താണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് കൊതിയാ വീണത് കണ്ടിട്ട്. അത്രയും നല്ല ഭംഗി. ഉണ്ണിക്കണ്ണൻ്റെ ശരിക്ക് വെണ്ണക്കുടം. സാക്ഷാൽ ശ്രീകൃഷ്ണൻ കണ്ടാൽ ഇത് കുടം കണ്ട് നിന്ന് പോകും. അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ വശങ്ങളിൽ നമുക്ക് ഒരു വലിയ ബീഡുണ്ട്, അത് കൊടുക്കാം. വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ അവസാന ലുക്ക്. ഈ അടിപൊളി വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.